ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നിന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ചേച്ചി, ഇത് ആരാ ഈ വന്നേക്കുന്നത്? ഇതെന്താ ഇത് കുറെ കുപ്പികളിലൊക്കെ ഒഴിച്ചു വെച്ചേക്കുന്നേ? ഇതേ നാളെ എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ അതിനുള്ളൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സാണ്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റിഹേഴ്സൽ എടുക്കുക. ഒന്ന് പഠിക്കണ്ടേ? നാളെ ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇതെന്നാന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. കാപ്പിയോ ചായയൊക്കെ പോലെ ഇരിക്കുന്നു. ഇത് ചായയും കാപ്പിയും ഒന്നുമല്ല. ഇത് ഞാൻ നാളെ എടുക്കുമ്പം കുറച്ച് വചനമൊക്കെ പഠിക്കാനുണ്ട്. ഒരു വലിയ ഹോളിലാണ്, നമ്മുടെ ടൗൺ ഹാളിൽ വെച്ചാണ് നടത്തുന്നേ. അപ്പോൾ ഒന്ന് നോക്കുമായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന്. ഇത് ചായയല്ല കാപ്പിയല്ല ഒന്നുമല്ല, ഇത് തേന. തേന് എങ്ങനെയുണ്ട്? കഴിച്ചിട്ടുണ്ടോ? പിന്നെ നല്ല മധുരവും അല്ലേ? പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ നല്ല വയറിന് നല്ലതാണ്, ഔഷധമാണ് അല്ലേ? നല്ല ഗുണമേന്മയുണ്ട്. ഒത്തിരി നല്ലൊരു സംഗതിയാണ് അല്ലേ? നല്ലൊരു ഭക്ഷണപാനീയമാണ് തേന്. അപ്പം ഞാൻ ഈ തേനിൻ്റെ ഗുണമേന്മയെ സംബന്ധിച്ച് വെച്ച് വചനാധിഷ്ഠിതമായിട്ടൊരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നേരമൊക്കെ ഉണ്ടല്ലോ അല്ലേ? വേണമെങ്കിൽ ഞാൻ ശകലമൊന്ന് പറഞ്ഞുതരാം. മുഴുവൻ പറയാൻ സമയമില്ല. അപ്പം എനിക്കും കൂടെ അതൊക്കെ കൂടെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മ കിട്ടുകയും ചെയ്യല്ലോ. ഇത് തേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തേൻ നമ്മൾ ഉപയോഗിക്കുന്നു, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പക്ഷേ ഈ തേൻ്റെ ഷേപ്പ് എന്നാന്നറിയാം? ഇല്ല, അറിയത്തില്ല. തേൻ്റെ ഷേപ്പ് നോക്കി, ഇതിനകത്ത് എത്ര ഷേപ്പ് ഉണ്ടെന്ന്. ഏത് പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നു ആ പാത്രത്തിൻ്റെ ഷേപ്പ് അത് തന്നെ. ഇതിപ്പോൾ ഇതിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നു, പരന്ന പാത്രത്തിൽ, ബൗളിൽ, ഗ്ലാസ്സിൽ, ഇതിൽ ചതുരപാത്രത്തിൽ, കുപ്പിയിൽ ഒക്കെ ഏത് പാത്രത്തിൽ തേൻ ഒഴിച്ചു വെച്ചിരിക്കുന്നോ ആ തേന് ആ പാത്രത്തിൻ്റെ രൂപം, ആ ഷേപ്പാണ് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു ഷേപ്പ്ലെസ് എന്ന് പറയാം അല്ലേ? നമുക്കൊക്കെ ഒരു ഷേപ്പ് ഉണ്ട്, പക്ഷെ തേനിന് ഷേപ്പില്ല, അത് ഷേപ്പ്ലെസ്സാണ്. അത് ഏത് പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കുന്നോ ആ പാത്രത്തിൻ്റെ ആകൃതിയിൽ അതാകുവാണ്. പക്ഷേ ഏത് പാത്രത്തിൽ തേന് ഒഴിച്ചു വെച്ചാലും ആ തേൻ്റെ ഗുണമേന്മയ്ക്ക് മാറ്റമില്ല. അപ്പോൾ ചതുരപാത്രത്തിൽ ഒഴിച്ചാലും ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാലും പ്ലേറ്റിൽ ഒഴിച്ചു വെച്ചാലും പരന്നിരുന്നാലും ഉരുണ്ടിരുന്നാലും കുപ്പിയുടെ ഷേപ്പിലിരുന്നാലും തേൻ തന്നെ. തേനിന് യാതൊരു വ്യത്യാസവും ഇല്ല. അതിൻ്റെ രുചിക്ക് വ്യത്യാസമില്ല, മധുരത്തിന് വ്യത്യാസമില്ല, അതിൻ്റെ ഗുണമേന്മയ്ക്ക് വ്യത്യാസമില്ല. തേൻ തന്നെയാണ്. അപ്പോൾ പല പാത്രങ്ങളിൽ ആയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തേൻ്റെ കണ്ടൻറ്റിന് ഒരു വ്യത്യാസമില്ല. അപ്പം ഇതിലൂടെ നമ്മൾ ആരാണ് എന്ന് ഒന്ന് വെളിവാക്കി കൊടുക്കുകയാണ്. നമ്മളാരാ? നമ്മളാരാന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാക്കണം. അപ്പം നമുക്കെല്ലാവർക്കും ഉള്ള ഒരൊറ്റ പേരാണ് ദൈവമകൾ, ദൈവമകൻ എന്നുള്ളത്. അപ്പോൾ ദൈവമകൻ, ദൈവമകൾ ആണ് ഞാനെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുവാണ് എങ്കിൽ
അതായത് ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ നമുക്ക് മാറ്റിക്കളയാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ പിള്ളേർ തന്നെ കോളേജിൽ പഠിക്കാൻ പോകുന്നു, ഞാനൊരു വിദ്യാർത്ഥിനിയാണ് എന്നുള്ള ബോധ്യം, ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റു പല വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്കൊന്നും പോകല. കാരണം ഞാൻ പഠിക്കാൻ വന്നത്, എനിക്കൊരു ഭാവിയുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പഠിക്കുക എന്നുള്ള, അപ്പോൾ ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടിയത്. അപ്പം നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക. ഞാൻ ദൈവമകളാണ്, ദൈവമകനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മളോട് തന്നെ നമ്മളൊരു 10-11 ചോദ്യം ചോദിച്ചാൽ മതി. അപ്പോൾ ആ ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആ ചോദ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും നമ്മൾ ആരാണെന്നുള്ളത് ബോധ്യങ്ങൾ. അപ്പം നമ്മൾ ആരാണ് എന്ന് വചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഞാനത് പറഞ്ഞു തരാതെ ആ ഒരു നമ്മൾ പാട്ട് പോലെ വേണേലും ആ വചനം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. അങ്ങനെയാണ് താനും നാരണ. ആ വചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താനും. അപ്പം നമ്മൾ ദൈവമക്കളാണ്. പിന്നെ ഒരു 3 വചനവും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് 1 യോഹന്നാൻ 1:12 നമ്മൾ വായിക്കുമ്പോൾ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം 2 കാര്യങ്ങളാണ്. ഒന്ന് എന്നതാണ്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. തൻ്റെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. പിന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 26 നമ്മൾ വായിക്കുമ്പോൾ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അപ്പം നമ്മളെല്ലാവരും ഈശോയിൽ വിശ്വസിക്കുന്നവരല്ലേ? അതെ അതെ അതെ. അപ്പോൾ വിശ്വസിക്കുന്നവരെല്ലാം ദൈവപുത്രന്മാരാണ്. അപ്പം നമ്മൾ ദൈവപുത്രികളാണ് അല്ലേ? ഒരു കാര്യം കൂടെ പറയാം. 2 കൊരിന്ത്യർ 6:18 ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. അപ്പം ഇതിൽ കൂടുതൽ ഇനിയൊന്നും വേണ്ടല്ലോ, നമ്മൾ ദൈവം. കാരണം സർവശക്തനായ ദൈവം അരുളി ചെയ്യുക. ദൈവത്തിൻ്റെ നാമം വചനം മാറ്റമില്ലാത്ത, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, ഒരിക്കലും മാറ്റമില്ലാത്തതാണ് കർത്താവിൻ്റെ വചനം. ആ വചനം പറയാണ് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. നമ്മളാരാ? ദൈവമക്കൾ. അപ്പം നമ്മൾ ദൈവമക്കളാണ് എന്നുള്ളത് ആ ബോധ്യത്തിലേക്ക് വരിക. അപ്പം നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമുക്ക് വീട് വേണം അല്ലേ? നമ്മുടെ അപ്പൻ ആരാ, സഹോദരങ്ങളാ, ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? അപ്പം അങ്ങനെ നമ്മളോട് തന്നെ കുറച്ച് ചോദ്യം ചോദിച്ചാൽ മതി, ഞാൻ ആരാണ് എന്ന്. അപ്പം നമുക്ക് ബോധ്യം കിട്ടും. അപ്പോൾ ഒരു ചോദ്യം ഞാൻ പറയാം. അതായത് നമ്മൾ പല ദേശത്ത് അല്ലെ പല രാജ്യത്ത് പല ദേശത്ത് പല വീട്ടിൽ ഒക്കെയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ പല വീടുകളിൽ ജനിച്ചാലും പല ഭവനങ്ങളിലായിരുന്നാലും പല മാതാപിതാക്കളുടെ ഇതിലായിരുന്നാൽ പോലും നമുക്കൊരു ഐഡൻറ്റിറ്റിയാണ് ദൈവമക്കൾ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ കാരണം ഇപ്പം നമ്മൾ പറയാം, നമ്മളൊരു ചെറ്റക്കുടിലാണ് ജനിച്ചേക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ അതിന് ആ രീതിയിൽ അവർക്കുള്ള കഴിവുള്ളൂ. നമ്മൾ ആ ചെറ്റക്കുടിൽ ജനിച്ചാലും നമ്മളാരാ? ദൈവമക്കളാണ്. അതേസമയം നമ്മൾ വലിയൊരു മണിമാളികയിലാണ് ജനിച്ചത്, വലിയൊരു കുബേരൻ്റെ മകളായിട്ട് ജനിച്ചിരിക്കുക. അവിടുത്തെ ജീവിത സാഹചര്യം എല്ലാം നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ആരാ? അവിടെ നമ്മൾ ദൈവമക്കളാണ്. അപ്പൊ ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ആ ഒരു ലേബല് അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉള്ളതാണ്, അതിന് മാറ്റമില്ല. ഇപ്പോൾ ഒരു യാചകൻ്റെ മകനായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ മകനായിട്ടാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെയാണ്, ആരുടെ ആയിക്കോട്ടെ. പക്ഷേ നമുക്ക് ജന്മം അങ്ങനെ കർത്താവ് ഒരു ഭവനത്തിലാക്കി വെച്ചാലും നമ്മൾ ആരുടെ മക്കളാ? ദൈവത്തിൻ്റെ മക്കൾ. അതിന് മാറ്റമില്ല. അപ്പം ആ ദൈവമക്കളായിട്ട് നമ്മൾ ജനിക്കുമ്പം നമ്മുടെ പിതാവ് ആരാന്ന് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ പിതാവ് ആരാ? സ്വർഗസ്ഥനായ പിതാവ്. അപ്പം നമ്മുടെ ആ ഗമയെന്ന് ഓർത്ത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പിതാവിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ സർവശക്തനായവൻ, സർവസൃഷ്ടാവായവൻ,
സർവത്തിൻ്റെയും ഉടയവനായവൻ, സർവ അധികാരിയായവന്, അങ്ങനെ സർവത്തിൻ്റെയും രാജാതിരാജനായ ഒരപ്പൻ്റെ മകനാണ് ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ എന്തൊരു അഭിമാനമാണ് നമുക്കല്ലേ. ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അല്ലെ പ്രധാനമന്ത്രിയുടെ മകനാ ഞാനെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ ഗമയിലായിരിക്കും ഇതിലേക്ക് അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മളെ സ്വീകരിക്കും അല്ലേ, വലിയ ആദരവ് തരും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പിതാവ് ഒറിജിൻ, നമുക്ക് സ്വർഗത്തിൽ നിന്ന് ആ പിതാവ് നമുക്കൊരു സ്ഥാനം തന്നിരിക്കുകയാണ്. ദൈവമകൻ ദൈവമകൾ എന്നുള്ള ഒരു സ്ഥാനം നമുക്ക് തന്നിരിക്കുക. അപ്പോൾ അങ്ങനെ ആ സർവശക്തനായവൻ്റെ മകനായി ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ സ്റ്റാറ്റസ് എന്നായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു കുടിലിൽ നമുക്കൊരു ജന്മം കിട്ടി, നമ്മൾ അങ്ങനെയാണ് ഒരു യാചകൻ്റെ മകളായിട്ടാണ് ജീവിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് നമ്മളങ്ങ് സ്വീകരിക്കുക അല്ലേ. അതേസമയം രാജകൊട്ടാരത്തിലാണെങ്കിൽ ആ സ്റ്റാറ്റസിലാണ്. അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും അധിപനായവൻ്റെ മകളായിട്ടാണ് ഈ ഭൂമി ജീവിക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ചിന്തിക്കണം. അപ്പം ആ സ്റ്റാറ്റസ് നമ്മൾ കീപ്പ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ വലിയ രാജകൊട്ടാരത്തിൽ ജനിച്ചിട്ട് ഒരു യാചകക്കുടിലെ ജീവിത സ്റ്റൈലല്ല നമ്മൾ കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. അപ്പം രാജാതിരാജനായ സ്വർഗാദ്യത്തിൻ്റെയും അധിപനായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ മകനായിട്ട് ജനിച്ചുവെങ്കിൽ ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം ആ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. ആ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു വിശുദ്ധിയിലും നിർമ്മലതയിലും പരിശുദ്ധിയിലും നമ്മൾ ജീവിക്കണം. അപ്പോൾ രാജാതിരാജനായ സർവശക്തനായ കർത്താവിൻ്റെ ഞാനല്ലേ മകനാന്ന് പറഞ്ഞിട്ട് മദ്യശാലയിലോ അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകളിലോ അങ്ങനെ പോയി അവിഹിത വീഴ്ച ആ ഒരു ലൈഫല്ല നമുക്ക് വേണ്ടിയത്. നമ്മൾ വിശുദ്ധിയിലും നിർമ്മലതയിലും നമ്മുടെ പിതാവ് എങ്ങനെ നമ്മുടെ അപ്പൻ്റെ ആ സ്റ്റാറ്റസ്, നമ്മൾ ഭൂമിയിൽ നമുക്കൊരു അപ്പനുണ്ട് അമ്മയുണ്ട് ഇല്ലേ. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് ലെവൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന പോലെ സർവശക്തനായ ദൈവത്തിൻ്റെ ആ സ്റ്റാറ്റസ് നമ്മൾ കീപ്പ് ചെയ്ത് തന്നെ നമ്മൾ ജീവിക്കണം. അപ്പം നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ നാഷണാലിറ്റി എവിടെയാണ്? സ്വർഗത്തിൽ. ശരിക്കും പറഞ്ഞാൽ നാഷണാലിറ്റി എവിടെയാന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ എന്നാ പറയും? ഇന്ത്യനാന്ന് പറയും, ഇന്ത്യൻ നാഷണാലിറ്റി എന്ന് പറയും. അപ്പം നമ്മുടെ നാഷണാലിറ്റി എവിടെയാ? നമ്മൾ ദൈവത്തിന്റെ മകനാകുമ്പോൾ നമ്മുടെ നാഷണാലിറ്റി എവിടെയാ? സ്വർഗത്തിലാ. അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:20 പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ അവിടെ എനിക്കൊരു ഭവനമുണ്ട് വേണ്ടേ? സ്വർഗത്തിലൊരു ഭവനം വേണമല്ലോ. അവിടെ നമുക്കൊരു നിത്യഭവനം ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്കൊരു ഭവനമുണ്ട്. അത് 2 കൊരിന്ത്യർ 5-1 വായിക്കുമ്പോൾ ഞങ്ങൾ വസിക്കുന്ന ഭൗമികമായ ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു തീരുമാനം വേണം നമുക്ക്. എനിക്കൊരു സ്വർഗീയ ഭവനം, ഒരു നിത്യഭവനമുണ്ട്. ഇപ്പോൾ ഈ ഭൂമിയിലുള്ള ഭവനം അല്ല ശാശ്വതമായിട്ടുള്ള എനിക്കൊരു നിത്യഭവനം എൻ്റെ സ്വർഗത്തിലുണ്ടെന്നുള്ള ഒരു ഉറപ്പ്. നമുക്കൊരു വീട് സ്വന്തമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നല്ലൊരു വീട് നമുക്ക് ഈ ഭൂമിയിൽ കെട്ടിപ്പോക്കണമെന്നൊക്കെയാണ്. പക്ഷേ ഓൾറെഡി നമുക്ക് പിതാവായ ദൈവം സ്വർഗത്തിലൊരു ഭവനം ഉറപ്പിച്ച് തന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ആ ഭവനത്തിനെ ലക്ഷ്യം വെച്ച് വേണം നമ്മൾ. അപ്പോൾ ഈ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കല്ലേ, പിള്ളേരൊക്കെ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗീയ ഭവനത്തിലേക്ക് എങ്ങനെയാ പോണേ അല്ലേ? വഴിയറിയണ്ടേ? നമുക്കൊരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കയറി പോകാൻ ഒരു വഴി അറിയണമല്ലോ. ഇതിന് നമുക്കൊരു വഴിയുണ്ട്. ആ വഴി ഏതാന്ന് നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്കറിയാം. പക്ഷേ ആ വഴി ഇടുങ്ങിയ വഴി എന്നാണ് അതിൻ്റെ പേര്. ഈ സ്വർഗീയ ഭവനത്തിലേക്ക് കടക്കണമെങ്കിൽ ആ വഴി ഇടുങ്ങിയതാണ്. അതിലേക്ക് പ്രവേശിക്കാനൊരു വാതിൽ അത് ഇടുങ്ങിയതാണ്. അതാണ് വചനം നമ്മെ പഠിപ്പിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വീട് പണിയുമ്പോൾ നമ്മുടെ വീടൊക്കെ പണിത് വെച്ചേക്കണ ഇങ്ങനെ ഫ്രണ്ടിലൊരു നല്ല വാതിൽ വെച്ചിരിക്കുക അല്ലേ, എല്ലാവർക്കും കയറാൻ പാകത്തിന്. പക്ഷെ ഇത് നിത്യഭവനത്തിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, അതിൻ്റെ വാതിലും ഇടുങ്ങിയതാണ് എന്ന്. അത് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവേ, എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അപ്പം നമ്മുടെ തിരിച്ചറിയണം, നമ്മുടെ വീടിൻ്റെ വാതിൽ ഇടുങ്ങിയതാണ്, വഴി വീതി കുറഞ്ഞതാണ്.
അപ്പം ഇതിലൂടെ നമ്മൾ എങ്ങനെ പ്രവേശിക്കും? അപ്പം നമുക്ക് പ്രശ്നം അല്ല, ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇടുങ്ങിയ കയറിപ്പോകാൻ ഭയങ്കര പാടാണ്. അതുപോലെ ഭയങ്കര അപകടം പിടിച്ച വഴിയാണ്, നമുക്ക് നടന്നു പോകാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്, കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴികളായിരിക്കും. അപ്പോൾ അതിൽ എങ്ങനെ നമ്മൾ പോകും? നമുക്ക് തനിച്ച് പോകാനായിട്ടൊരു പേടി വരും, ബുദ്ധിമുട്ട് വരുന്നല്ലേ അങ്ങനെ. അപ്പം അതുകൊണ്ടാണ് അവിടെയാണ് നമ്മുടെ പിതാവിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ ആ വഴിയിലൂടെ, ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലൂടെ എൻ്റെ മകൻ, എൻ്റെ മകള് പ്രവേശിക്കുമ്പം അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി പിതാവായ ദൈവം സ്വന്തം പുത്രനെ അയച്ചു തന്നേക്കോ കൂട്ടിന്. അപ്പോൾ ഒന്ന് ഓർത്തു കഴിഞ്ഞെങ്കിൽ എന്തുമാത്രം സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നമ്മൾ പറഞ്ഞ വചനം കറക്റ്റല്ലേ? എന്തൊരു സ്നേഹമാണ് പിതാവ് കാണിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതായത് നമ്മളെ ഈ ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലിലൂടെ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതാ ഈശോ പറഞ്ഞത്, സ്വർഗീയ ഭവനം, എൻ്റെ പിതാവിൻ്റെ ഭവനം, അവിടെ അനേക വാസസ്ഥലമുണ്ട്. അവിടെ ഭവനം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ആകാൻ വേണ്ടിയിട്ട് എന്ത് വരും? ഈശോ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് ആ ഭവനത്തിലേക്ക് പോകുന്നു പറഞ്ഞേക്കണം. അപ്പൊ കൂട്ടി കൊണ്ടുപോകാൻ ആരുണ്ട്? ഈശോ ഉണ്ട്, കൈ പിടിക്കാൻ ആളുണ്ട്. അപ്പൊ പിന്നെ പേടിക്കണോ? ഇനിയിപ്പോ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പേടിക്കണ്ട. അത് യോഹന്നാന്റെ സുവിശേഷം 4:12 അല്ലേ? 12 ആ വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഈശോ 14:6 പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഞാൻ വഴിയും ജീവനും. കർത്താവാണ് വഴിയും ജീവനും. കർത്താവ് സത്യമാണ്. അപ്പം ആ കർത്താവായ യേശുക്രിസ്തു ആകുന്ന വഴിയിലൂടെ ആ യേശുവിനോടൊപ്പം നമ്മൾ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കും. അപ്പം നമുക്ക് പേടിക്കണ്ട, കൂട്ടിനാളുണ്ട്, വഴി കാണിച്ചു തരാണ്ട്. ഇടുങ്ങിയ വഴിയാ പേടിക്കണ്ട, ഇടുങ്ങിയ വാതില പേടിക്കണ്ട. അപ്പം നമുക്കങ്ങ് ചെല്ലാം. അപ്പം അതാണ് നമ്മളെ സ്വർഗീയ പിതാവിൻ്റെ മക്കളായിട്ട് കൂട്ടിയപ്പോൾ അതിനുള്ള സംവിധാനം എല്ലാം നമ്മുടെ പിതാവ് ഒരുക്കി നമുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എനിക്ക് ആരാണ്, എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഭവനത്തിൽ, സ്വർഗീയ ഭവനത്തിൽ ആരൊക്കെ ഉണ്ട്, അതൊന്ന് ഓർത്ത് നോക്കി. ആരൊക്കെ കാണും അവിടെ ചെല്ലുമ്പോൾ? പിതാവുണ്ട് അല്ലേ, പുത്രന്, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് ഈശോ ഉണ്ട് അല്ലേ, പിന്നെ നമുക്കൊരു അമ്മയില്ലേ, മാതാവ് ഒരു അമ്മയുണ്ട്. അപ്പം നമുക്കവിടെ സ്വർഗീയ പിതാവുണ്ട്, സ്വർഗീയ മാതാവുണ്ട്, സ്വർഗീയ സഹോദരനുണ്ട്, പിന്നെ പിതാവുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ സ്വന്തക്കാരുണ്ട്, വിശുദ്ധര് സ്വന്തമായിട്ട് നമുക്കുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും വലിയ സുഹൃത്തായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് ഹോളി സ്പിരിറ്റ്, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട് അല്ലേ? എല്ലാവരും മാലാഹമാർ. അത് നമ്മള് എബ്രായ ലേഖനം വായിക്കുമ്പോൾ അതിൽ 12 കാണുന്നുണ്ട്. നമ്മൾ ആ ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പം അത്രേ അനുഗ്രഹം നമുക്ക് സ്വർഗത്തിൽ കരുതി വെച്ചിരിക്കുക. അപ്പോൾ ഭൂമിയിൽ അപ്പം മാതാപിതാക്കളില്ലേന്ന് നമ്മൾ ഓർക്കും, ഉണ്ട്. അവിടെയും പിതാവായ ദൈവത്തിൻ്റെ കരുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഈ ഭൂമിയിൽ നമ്മളായിരിക്കും, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ, തറവാട് അവിടെയാണ്. ഇനി അവിടുന്ന് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പം വരരുത്, ഏറ്റവും സുരക്ഷിതരായിട്ട് നമ്മൾ ഇവിടെ കഴിയുക. അതിനു വേണ്ടി ഈ ഭൂമിയിൽ നമുക്ക് കാണപ്പെടുന്ന ദൈവങ്ങളായിട്ട് മാതാപിതാക്കളെ തന്നു, സഹോദരങ്ങളെ തന്നു, കൂട്ടുകാരെ തന്നു, ബന്ധുമിത്രാദികളെ തന്നു അല്ലേ? അങ്ങനെ എല്ലാവരെയും നമുക്ക് തന്ന ഇതെല്ലാം കർത്താവിൻ്റെ ആ സ്നേഹമാണ്. നമ്മൾ സ്വർഗീയ മക്കളാണ്. അപ്പോൾ ആ സംരക്ഷണം നമുക്ക് ഈ ഭൂമിയിലും ദൈവം ഒരുക്കി വെച്ചിരിക്കുക. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഇത്രയെല്ലാം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ദൗത്യം എന്താ? ഈ സ്വർഗത്തിൽ നിന്ന്, ഈ തറവാട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടേക്കുമല്ലേ? ഇവിടെ എന്നാ ചെയ്യാനാണ് നമ്മളെ വിട്ടേക്കണത്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളിവിടെ ഈശോയുടെ സ്നേഹം, ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ. അങ്ങനെ സ്നേഹിച്ച ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പങ്കുവെച്ച് കൊടുത്ത് ആ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഇവിടെ ജീവിച്ച് മറ്റുള്ളവരെ കൂടി ആ ദൈവ മക്കളാണെന്നുള്ള ബോധ്യത്തിലേക്ക് നയിച്ച് ആ സ്വർഗീയ അനുഭവത്തിലേക്ക് അവരെയും തിരികെ കൊണ്ടുവരണം. അപ്പം അങ്ങനെ നമുക്കൊരു ദൗത്യമുണ്ട്. അപ്പം ആ ദൗത്യം നമുക്കിപ്പം നടത്താൻ വേണ്ടി നമ്മളൊക്കെ കുടുംബിനികളാണ് അല്ലേ? നമ്മുടെ വീട്ടിൽ നമുക്ക് ദൈവം അനുവദിച്ച് മക്കളെ തന്നിട്ടുണ്ട് ദാനമായിട്ട്. ജീവിത പങ്കാളിയുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അയൽവാസികളുണ്ട്, ദേശവാസികളുണ്ട് അല്ലേ? എല്ലാവർക്കും ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുക. അപ്പം ഈശോ ആരാണ് എന്ന് അവർക്കും തിരിച്ചറിയാം.
അപ്പം നമ്മളൊക്കെ ആരാന്നുള്ള തിരിച്ചറിവ് അവർക്കും സ്വയം അവർ മനസ്സിലാക്കിയെടുക്കാൻ പാകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പങ്കുവെച്ചു കൊടുക്കുക. അപ്പോൾ ഈ വലിയ ദൗത്യം ഇവിടെ നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചറിയണം ഈ തേനിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തേൻ ഭൂമിയിൽ നിന്നുള്ളതല്ല, മണ്ണിൽ നിന്ന് എടുക്കുന്നതാണോ തേന്? അല്ല അല്ല, പൂവിൽ നിന്ന്. ഇത് പൂമ്പൊടിയിൽ നിന്ന് അനേകായിരം തേനീച്ചകളുടെ കഠിനമായ അധ്വാനമാണ് അല്ലേ? അധ്വാനം അവർ അന്വേഷിച്ച് നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കണ്ടെത്തി പൂമ്പൊടിയെല്ലാം കൂടെ ശേഖരിച്ച് കൊണ്ടുവന്ന് അവർ കൂടൊക്കെ കൂട്ടി എല്ലാം ഭംഗിയായിട്ട് ഒരുക്കി വെക്കും. ഒരുക്കി അങ്ങ് വെച്ചെല്ലാം കഴിഞ്ഞ് ഇതിങ്ങനെ മരത്തേലൊക്കെ നല്ല തേൻ കൂടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണുമ്പം മനുഷ്യൻ എന്നാ ചെയ്യും? അങ്ങ് ചെന്നിട്ട് തേനീച്ച കുത്തിയാൽ ഭയങ്കര പ്രശ്നമല്ലേ? അതുകൊണ്ട് എന്നാ ചെയ്യും? തീ വെച്ച് അവരെ നശിപ്പിക്കുകയാണ്, കൊന്നുകളയുക. കാരണം ഈ ചൂട്ടുകറ്റയൊക്കെ കത്തിച്ച് ഇങ്ങനെ ആ തേൻകുടത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി തീ കത്തിക്കുമ്പോൾ ഈച്ച എല്ലാം ചത്ത് ഒത്ര ഒരു കഷ്ടമെന്ന് ഓർത്തെ പാവം. അതുങ്ങളുടെ ജീവിതത്തിൻ്റെ അധ്വാനം മുഴുവനും അവർ സംഭരിച്ച് വെച്ച് കഴിയുമ്പോൾ ഇതുണ്ടാക്കി വെച്ച ഈച്ചകളെ എല്ലാം കൊന്നു കളഞ്ഞിട്ട് ഈ തേനെടുത്ത്, അപ്പം ആ പൂമ്പൊടിയായിട്ടല്ല നമുക്ക് കിട്ടണത്, നമുക്ക് സ്വാദേറിയ രുചികരമായ മാധുര്യമുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടതായിട്ടുള്ള അവസ്ഥയിൽ ഈ തേൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ തേനീച്ചകളുടെ ജീവത്യാഗമുണ്ട്, ഒത്തിരിയുണ്ട്. അപ്പം അതേപോലെ നമ്മൾ തിരിച്ചറിയണം, നമ്മളെ ദൈവ മക്കളാക്കി എടുക്കാൻ ജീവത്യാഗം ചെയ്തതാരാ? യേശു. കർത്താവായ യേശു ക്രിസ്തു. അതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ദൈവ മക്കളായിട്ട് ഈ സ്വർഗീയ നിത്യഭവനത്തിൽ വാഴാൻ വേണ്ടി ഈ ഭൂമിയിലും നമ്മൾ സുരക്ഷിതരായിട്ട് സന്തോഷത്തിലും സ്നേഹത്തിലും ആയിരിക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൽ നിന്ന് പിതാവ് ഒരു കാര്യം ചെയ്തതാണ്. അതാണ് നമ്മളെ സ്വർഗീയ മക്കളാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു വന്ന് അധ്വാനിച്ചു, അല്ലേ? ഇങ്ങനെ പറയാം, അധ്വാനിച്ച് കുരിശിലേറി പീഡകളേറ്റ് മരിച്ച് ആ ജീവൻ ദാനം ചെയ്തു. എന്നിട്ടാ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിപ്പോൾ ഇരിക്കുന്നത്. അപ്പം ആ ഒരു സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്നേഹമാണ് നമ്മൾ ചൊരിഞ്ഞു കൊടുക്കേണ്ടത്. അതായത് നമ്മൾ അധ്വാനിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, ഈശോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ചു. ആ പീഡ അനുഭവം നമ്മുടെ നിത്യജീവിതത്തിൽ ഇവിടെ കാണിക്കണം. നമ്മൾ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ ആരായിട്ടിരുന്നാലും നമ്മൾ ആ അവസ്ഥയിൽ ഈ സ്നേഹം പങ്കുവെച്ച് കൊടുക്കണം. കാരണം ദൈവമക്കളാന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയാലല്ലേ നമുക്കത് സാധ്യമാവുള്ളൂ, അല്ലേ? ആ സ്നേഹം നമ്മളങ്ങോട്ട് അനുഭവിക്കണം. ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഇതൊരു കൃപയാണ്. ആ കൃപ ഇങ്ങ് കിട്ടണം. ആ കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പം നമ്മളെ ഡോക്ടറായിട്ടോ എൻജിനീയറായിട്ടോ ടീച്ചറായിട്ടോ ഓഫീസറായിട്ടോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരായിട്ടോ അല്ലെങ്കിൽ എന്തുമായിട്ടായിരിക്കും നമ്മളിവിടെ ഒരു പ്രൊഫഷണൽ ഈ ലോകത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് ദൈവം തരുന്നതാണ്, നമുക്ക് ദൈവം ദാനമായി തരുന്നതാണ്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു വരുമാന മാർഗം നമുക്ക് ജീവിത സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരുക. അങ്ങനെ അത് ഒരുക്കി തരുമ്പോൾ അതല്ല നമ്മുടെ ദൗത്യം. നമ്മൾ പലപ്പോഴും മറന്നു പോകും, ഞാൻ ഡോക്ടർ, ഞാൻ എൻജിനീയർ, ഞാൻ ടീച്ചർ, എൻ്റെ ജീവിതം മുഴുവൻ അതാ. അല്ല, നമ്മുടെ ജീവിതം നിത്യഭവനം വേറെയുണ്ട്. പക്ഷെ ഈ ഭൂമിയിൽ കുറച്ച് നാൾ ജീവിക്കുമ്പോൾ ആയുസോളത്തോളം കാലം ജീവിക്കണമല്ലോ, വരുമാനം വേണമല്ലോ, മക്കളെ വളർത്തണ്ടേ. അപ്പം അതിനൊരു വഴി കർത്താവ് നമുക്ക് ദാനമായിട്ട് ഒരുക്കി തരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ജീവിച്ചുകൊണ്ട് നമ്മുടെ ദൗത്യം പൂർത്തിയാക്കണം. എന്താ നമ്മുടെ ദൗത്യം? സ്വർഗീയ ഭവനത്തിൽ എത്താൻ തക്ക രീതിയിൽ നമ്മളായിരിക്കുക. നമ്മുടെ സ്നേഹവും നമ്മുടെ ആ നിർമ്മലതയും വിശുദ്ധിയും ആ ദൈവിക സാന്നിധ്യവും കണ്ട്, നമ്മുടെ ദൈവിക സാക്ഷ്യം കണ്ട് മറ്റുള്ളവരും ആ സ്വർഗീയ ഭവനത്തിലേക്ക് എത്തണം. അപ്പോൾ ഡോക്ടറായി എൻജിനീയറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിതാവായ ദൈവം നമ്മളോട് ഒരു പ്ലാനും പദ്ധതി ഇട്ടിട്ടുണ്ട്, അത് പൂർത്തിയാക്കണം. അപ്പം ഈ തേനീച്ചകൾ ജീവത്യാഗം ചെയ്ത ഈ തേൻ നമുക്ക് ഇതേപോലെ നമ്മുടെ ജീവിതത്തിലൂടെ മുഴുവൻ സമയവും നമ്മുടെ അധ്വാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കരുതലിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ യേശുവിനെ അറിയിച്ചു കൊടുക്കുകയും ആ യേശുവിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവരെയും സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുക എന്നുള്ള വലിയ ദൗത്യം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ആരാന്നും പറഞ്ഞിങ്ങനെ സ്വർഗീയ മക്കളാന്നും പറഞ്ഞങ്ങനെ ചുമ്മാ കേട് സന്തോഷിക്കണം. അതുകൊണ്ട് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിപ്പിൻ.
നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും ഈശോ പറഞ്ഞിരിക്കുന്ന വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ നിയോഗം നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന അല്ല. അതായത് യോഹന്നാൻ 15:16 പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഇത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും അത് നിലനിൽക്കുന്നതിനും വേണ്ടി ആണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെയൊക്കെ ഒരു വീട്ടിൽ കുടുംബിനിയായിട്ട്, ഒരു ഭാര്യയായിട്ട്, അമ്മയായിട്ട്, അമ്മായിയമ്മയായിട്ടൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മളൊക്കെ ഇപ്പോൾ വല്യമ്മമാരായി. അപ്പം ഇനിയുണ്ട് ദൗത്യം. വല്യമ്മമാരായി എന്ന് പറഞ്ഞ് ഇനി നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കാനല്ല, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ആ സ്വർഗീയ മാധുര്യത്തിലേക്ക്, ആ സ്വർഗീയ ജെറുസലേമിലേക്ക് തിരികെ എത്തിക്കാൻ ഇവിടെ ആയുസുള്ള അത്രയും നമ്മൾ പരിശ്രമിക്കുക. പക്ഷെ ഇതൊരു കൃപയായിട്ട് കിട്ടണം. ഇത് നമുക്ക് നേടാൻ പറ്റില്ല, ഇത് മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടൊന്നും കിട്ടുകയല്ല. കാരണം ദൈവസ്നേഹം അനുഭവിക്കണം. ഈ തേൻ നമ്മൾ രുചിച്ചറിഞ്ഞാലേ ഇതിൻ്റെ രുചി അറിയാൻ പറ്റുള്ളൂ. ഇതിന് മധുരം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഈ മധുരം നമ്മൾ രുചിച്ചറിയണം. അതുപോലെ ഈശോയുടെ സ്നേഹം എന്നാന്നുള്ളത് നമ്മൾ രുചിച്ചറിയണം. ആ അനുഭവം ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ, ഇപ്പം നിങ്ങൾക്കും സംശയം പറ്റിയത് എങ്ങനെ ഈ പിള്ളേരെ പഠിപ്പിക്കും അല്ലേ. പിള്ളേർക്ക് ഇതൊക്കെ വെച്ചങ്ങ് പറഞ്ഞു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തേൻ രുചിക്കാതെ അവർക്ക് തേൻ്റെ രുചി കിട്ടില്ല. അപ്പം ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പം ദൈവം സ്നേഹമാണ് എന്ന് അവർ രുചിച്ചറിയണമെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ മാധ്യസ്ഥം വഹിക്കണം. ഈശോയോട് പറയണം, ഈശോയെ എൻ്റെ മക്കളെ നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ തക്ക കൃപയിലേക്കാക്കി തരണേ എന്ന് ഉപവാസവും പ്രാർത്ഥനയൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് നാളെ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ഏതായാലും നിങ്ങൾ വന്നതല്ലേ, വന്നിങ്ങനെ നിർത്തിക്കൊണ്ടല്ല ശരിയാകുകയല്ല. ഇച്ചിരി ചായയൊക്കെ ഇട്ട് നമുക്ക് കുടിക്കാം, നമുക്ക് അകത്തേക്ക് കയറിയിരിക്കാം. അപ്പം ഞാൻ നിങ്ങളെ നിർത്തി വിഷമിപ്പിച്ചതിന് ക്ഷമിക്കുക. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി നമ്മൾ ആരാന്ന് പിടികിട്ടിയോ? ഇനി ജീവിതത്തിൽ മറന്നു പോയേക്കരുത്. ഇല്ല ഇല്ല ഇല്ല. എന്നാ ശരി കേട്ടോ, നമുക്ക് ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാം.